എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത് ലോകത്ത് ഒരു ദൈവങ്ങൾക്കും തിലകൻ എന്ന പേരില്ല. ഷമിച്ചേട്ടന്റെ മകന്റെ കാര്യം ചിലത് ശരിയാകും, ചിലത് ശരിയാവില്ല. എവിടേക്കോ അച്ഛൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഫാമിലി മക്കളൊക്കെ മക്കള് രണ്ടുപേരാണ്. ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ പേര് മാറ്റേണ്ടി വന്നാൽ അതും മാറ്റേണ്ടി വരും. മോളുടെ പേര് ദേവയാനി എന്നാണ്, അതും ദൈവത്തിന്റെ പേരാണ്. അപ്പോൾ ഇനി ദേവയാനി മാറ്റേണ്ടി വരുമോ അറിയില്ല. അതുപോലെ തന്നെ മോന്റെ പേര് ദേവനന്ദൻ എന്നാണ്, അതിനകത്തും ദേവനുണ്ട്. ഇനിയിപ്പോ എന്താവും എന്നറിയില്ല. എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇതുവരെ ഒരു ലോകത്ത് ഒരു ദൈവങ്ങൾക്കും തിലകൻ എന്ന പേരില്ല, ശോഭി എന്ന പേരുമില്ല. അതുകൊണ്ട് ഈ പേര് മാറ്റേണ്ടി വരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. വൈഫിന്റെ പേര് ശ്രീലേഖ എന്നാണ്. അതിനകത്ത് എവിടെയെങ്കിലും ദൈവമുണ്ടോ? ഇല്ല. എങ്കിലും ശ്രീലേഖ വൈഫ് ഹൗസ് വൈഫാണ്, വീട്ടിൽ തന്നെ ഉണ്ട്. മോന് +2 പഠിക്കുന്നു, +1 പഠിക്കുന്നു. മോളിപ്പോ MBBS തേർഡ് ഇയർ. ഇനി ജനിക്കുന്ന കുട്ടികൾക്ക് പേരിടുമ്പോ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിച്ച് വേണം പേരിടണം. ഈ പറയുന്ന ദൈവങ്ങളുടെ ആരുടെയും പേരിടാൻ പാടില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിലെ കഥാപാത്രങ്ങളുടെ പേരുകളെല്ലാം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് മാറ്റാനാണ് നമ്മളിപ്പോ ഈ സമരം നടത്തിയത്. ആ ഒരു പ്രവണതയിലേക്ക് വരാൻ പാടില്ല ഒരു കാരണവശാലും. ഷമിച്ചേട്ടന്റെ മകന്റെ കാര്യം ഉദ്ദേശിക്കുന്നത്, അവനൊരു സിനിമയിൽ വന്നിരിക്കുന്നു. ആ സിനിമയിൽ നല്ല രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് അവന് കിട്ടിയിട്ടുണ്ട്. അവൻ നന്നായിട്ട് ചെയ്തു എന്ന് തന്നെയാണ് ഞാനും വിലയിരുത്തുന്നത്. അങ്ങനെയാണ്. അവൻ ഇനി അവന്റെ കഴിവ് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അവൻ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇപ്പോൾ ഒരു പുതിയൊരു പടം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും അവനെ തേടി വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. വരട്ടെ, അവനും നല്ല രീതിയിൽ വരാൻ ഞാനും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ്. എങ്ങനെയാണ് എല്ലാവർക്കും ഈ ശബ്ദം മാത്രം, ഒരു കുടുംബത്തിന് കംപ്ലീറ്റ് ശബ്ദം കൊണ്ട് മാത്രം വേറിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാണല്ലോ? അത് പാരമ്പര്യമായിട്ട് ഇപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ജീനിന്റെ ഒരു പ്രത്യേകതയാണെന്ന് തന്നെ കൂട്ടാം. തിലകൻ എന്ന് പറയുന്ന എന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ ശബ്ദം അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ബ്ലഡിൽ നിന്ന് കിട്ടിയതാണ് എനിക്കും ആ ശബ്ദം കിട്ടിയിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ ആണുങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഈ ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ശബ്ദം കിട്ടിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ അഭിനയത്തെയും അല്ലെങ്കിൽ ഞങ്ങളുടെ സംസാരത്തെയൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് ആ ശബ്ദം. വരുത്തലിൽ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട ഒരു ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ പോലും തന്നെ പെട്ടെന്ന് ചേട്ടനിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ തന്നെ ഒന്ന് ചിരിച്ചുപോയി. കുറച്ച് അത് കഴിഞ്ഞിട്ട് കുറെ പടങ്ങൾ, ഇപ്പൊ ഇറങ്ങിയ പടങ്ങൾ, ഇപ്പൊ തുടരും 2 സീനേ ഉള്ളൂ. എങ്കിലും വളരെ നല്ല രീതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെയധികം നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിന് തൊട്ട് മുമ്പ് ഗിർ എന്ന് പറയുന്ന ഒരു സിനിമ വന്നിരുന്നു, ചാക്കോച്ചന്റെ. അതില് എന്റെ ഒരു ഗെറ്റപ്പ് ചേഞ്ച് ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു പടം അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ട് എന്റെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷെ എങ്കിലും കണ്ടവരെല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. എവിടേക്കോ അച്ഛൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് സ്വാഭാവികം എന്ന് മാത്രമേ പറഞ്ഞു. ബാഹുബലിയിൽ ഞാൻ വോയിസ് കൊടുത്തേ ഉള്ളൂ. കൊടുത്ത് അത്രയും വലിയൊരു, അതായത് വില്ലന് വലിയൊരു സൗണ്ട് കൊടുത്ത ഒരാളാണ്. സിനിമയുടെ തുടക്കത്തില് സാധാരണ സ്വന്തം സൗണ്ട് യൂസ് ചെയ്യാൻ ചിലപ്പോഴൊക്കെ സമ്മതിക്കാതെ, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് ഇല്ല, സിനിമയിൽ അങ്ങനെ എന്റെ ശബ്ദം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടില്ല. പക്ഷെ സീരിയലിൽ വന്നിട്ടുണ്ട്. സീരിയലിൽ എന്റെ വോയിസ് വേറെ ആളുടെ ഡബ്, അതിൽ നായകന്റെ വോയിസ് ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ദുരവസ്ഥ ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാകുന്നതാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചിലത് ശരിയാകും, ചിലത് ശരിയാവില്ല. ഇപ്പം സീരിയലില് ഭാവനയാണോ? ഭാവന കഴിഞ്ഞു. ഭാവന ഇപ്പൊ ടെലികാസ്റ്റ് കഴിഞ്ഞു. ഇപ്പൊ അറ്റ് പ്രസന്റ് ഇപ്പൊ ഞാൻ സീരിയലിൽ ഒന്നിലും അഭിനയിക്കുന്നില്ല.